എക്സാമ്പിൾ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുതിയ ഫേർണിച്ചർ കണ്ടിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷൻ കസേര അത് സ്റ്റീലിന്റെ ആണ് നമ്മൾ ഇരുന്ന ഇങ്ങനെ വഴുകിക്കൊണ്ടിരിക്കും കുട്ടി ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ കുട്ടി അതൊക്കെ ഇരുന്ന ഒട്ടനവൻ കരുതി കുട്ടിയിട്ട് ഇരുന്നിരുന്ന് വഴുക്കും എന്തുകൊണ്ടാണ് എല്ലാ കുട്ടികളും ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ ഞാൻ പറഞ്ഞേ ഒരു 10,000-4,000 ഡോക്യുമെന്റേഷൻ ഉണ്ട് അപ്പൊ ഇത് മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും ഇത് നോക്കുമ്പോൾ കൃത്യമായിട്ടൊരു പാറ്റേൺ ഞാൻ മനസ്സിലാക്കി ഈ പാറ്റേൺ എന്താന്ന് വെച്ചാല് എന്താണോ വേൾഡ് ആ വേൾഡിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയാണത് അതായത് വേൾഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഇസ് ഫുൾ ഓഫ് ഫോംസ് മനസ്സിലായില്ലേ പ്രോസസ്സസ് പിന്നെ അതിന്റെ ഫങ്ഷൻസ് ഉണ്ട് പിന്നെ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ അതിനൊരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഈ 5 സാധനമാണ് കുട്ടിയുടെ ആക്ടിവിറ്റി വഴി മനസ്സിലാക്കാൻ നോക്കുന്നത് വേൾഡ് അല്ല ഇതിലൊക്കെ വലുത് ആദ്യം പറഞ്ഞ വേർഡാണ് പാറ്റേൺ ഈ പാറ്റേൺ ആളുകൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് പാറ്റേൺ റെക്കഗ്നീഷൻ ആണ് കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ കുട്ടി എവിടെയും പോകുമ്പോഴും അവിടുത്തെ പോസിബിലിറ്റി മനസ്സിലാക്കിയിട്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യുക ചെയ്യുന്നത് ഇത് പിന്നെ അവൻ ചെയ്തിട്ട് അവന് ഇങ്ങനെ അങ്ങനെയാണ് വേൾഡിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് മനസ്സിലാക്കുന്നത് വേൾഡ് എന്താണോ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ 5 സംഭവത്തിന്റെ ഫോം ഫങ്ഷൻ പ്രോസസ് മെറ്റീരിയൽ സ്ട്രക്ചർ ഈ 5 സാധനമാണ് വേൾഡ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഓർമ്മയുണ്ടോ നിങ്ങൾ പുസ്തകമേ ബുക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിനെ വീടാന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാരും പറഞ്ഞിട്ടില്ലേ ഇതാണ് അപ്പൊ നമ്മൾ ഫോമൽ ഇതാണ് എങ്ങനെയാണോ വീട് നോക്കാൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്യും ഒന്ന് രണ്ടാമത് നിങ്ങൾ ബെഡ്ഷീറ്റുമേ എന്താ പറയാ അല്ല ടേബിളിന്മേ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് വീടാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് അതിന്റെ ഫങ്ഷണൽ എക്സ്പ്ലോർ ചെയ്യാം മനസ്സിലായില്ലേ പിന്നെ നമ്മൾ തലോണ കസേര ഇതൊക്കെ വെച്ചിട്ട് വീടുണ്ടാക്കിയിട്ടുണ്ടോ ഇത് അതിന്റെ പ്രോസസ്സാണ് ഈ മെറ്റീരിയൽസ് ഓഫ് കോഴ്സ് മെറ്റീരിയൽസ് ആർ ഇൻവോൾവ് പിന്നെ അതിന്റെ ഒരു മെറ്റീരിയൽ ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആണ് ഉണ്ടാവുന്നത് നമ്മൾ വീടുണ്ടാക്കി അവിടെ നിൽക്കണ്ടല്ലോ താഴെ വീഴുന്നില്ലല്ലോ അപ്പൊ നമ്മൾക്ക് ഇനീഷ്യലേ താഴെ വീണു മനസ്സിലായില്ലേ അത് ചെയ്ത് അതിന് അത് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫൈനൽ സ്റ്റേജിനാണ് സ്ട്രക്ചർ എന്ന് ഞാൻ പറയുന്നത് ഈ 5 സംഭവമാണ് ശരിക്കും കുട്ടികളുടെ ആക്ടിവിറ്റീസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതിനെ കുട്ടിക്ക് ഫ്രീഡം വേണം ടോയ് പാടില്ല കാരണം എന്ത് സാധനം വേറെ ഒന്നായിട്ട് കുട്ടി ആലോചിക്കുകയാണ് അതിനുള്ള പോസിബിലിറ്റി ഉണ്ടാവണ്ടേ ഇപ്പൊ ഒരു കസേര തന്നെ ഒരു വീടിന്റെ ഭാഗമാവാം ഇത് വണ്ടിയാവാം 4-5 കസേര കൂടിയ ട്രെയിൻ ആവാം ഇത് തന്നെ ചിലപ്പോൾ അവൻ പ്ലെയിൻ ആയിട്ട് ഉപയോഗിക്കും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലേ എൻ്റെ ഒരു അടിപൊളി വീഡിയോ ഉണ്ട് അതെങ്ങനെയാ വെച്ചാല് 2 ചീർപ്പ് എടുത്തിരിക്കുക ഒരു ചീർപ്പ് ഇങ്ങനെ ഒരു ചീർപ്പ് ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് അവൻ അവന്റെ എയറോപ്ലെയിൻ ആക്കി മനസ്സിലായില്ലേ അപ്പൊ ഇത് കുട്ടി എന്താണോ അവൈലബിൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും കുട്ടിക്ക് വളരെ ഫ്രീഡം മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ അത് തുടരുന്നു പറയും ഈ 2 സംഭവം ഉണ്ടെങ്കിൽ കുട്ടി റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും കുട്ടി നിങ്ങളെന്താ പറയുക അത് തുടരുതെന്ന് കുട്ടിയോട് പറഞ്ഞാൽ കുട്ടി അത് തുടരുതെന്ന് പഠിക്കുക ചെയ്യുന്നത് ഇതെന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടായ ഒരു എക്സ്പെൻസീവ് എന്താ പറയാ ഒരു റേഡിയോ സംഭവം ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അപ്പോൾ അവൻ്റെ ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ സുജിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് അപ്പോൾ ഫോട്ടോഗ്രാഫർ ഫ്രണ്ടാണ് അപ്പോൾ അവൻ പറയാണ് അവൻ നല്ല വില കൂടിയ സാധനമാണ് അപ്പോൾ ഈ കുട്ടി അവിടെ തൊടാൻ പോകുമ്പോൾ ഡോണ്ട് ടച്ച് എന്ന് പറയും അപ്പോൾ ആ കുട്ടി അതേപോലെ ഇമിറ്റ് ചെയ്തിട്ട് അവനോട് ഡോണ്ട് ടച്ച് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതാണ് കുട്ടി പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ കുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടി പഠിപ്പിക്കാനാണ് പഠിക്കുക നിങ്ങൾ ഡോണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടി ഇമ്മീഡിയറ്റ്ലി അതാണ് അബ്സോർബ് ചെയ്യുന്നത് അപ്പൊ കുട്ടിയും തിരിച്ച് ഡോണ്ട് എന്ന് പറയും മനസ്സിലായില്ലേ ഇത് ശരിക്കും ഈ എന്താ പറയാ മങ്കി സി മങ്കി ഡൂ എന്നൊരു സാധനമുണ്ട് ഇത് നമ്മുടെയൊക്കെ അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ത് കാണുന്നോ അതാണ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ശരിക്കും കുട്ടി നിങ്ങൾ എന്താണോ പഠിപ്പിക്കേണ്ടത് അത് വളരെ സെൻസിറ്റീവ് ആണ് ഇപ്പം കുട്ടികളുടെ കയ്യിൽ നമ്മളിപ്പോ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴും അതിനെ പൊളിച്ച് എന്ത് സാധനം കൊടുത്താലും ഇപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടോയ് കൊടുത്താലും അതെടുത്ത് ഉടനെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ പേരന്റ്സ് ഇറിറ്റേറ്റഡ് ആവും ഇതിനകത്ത് ഈ ഇറിറ്റേറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടോ അതുവഴി അവർ എക്സ്പ്ലോർ ചെയ്യാണോ അബ്സല്യൂട്ട്ലി ഒന്നാമത് ടോയ് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് കാരണം കുട്ടിക്ക് മെക്കാനിസം എങ്ങനെയാ കുട്ടിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഈ 5 സാധനം കുട്ടിക്ക് അറിയണം മെറ്റീരിയൽ മനസ്സിലാക്കണം ചിലപ്പോൾ കടിച്ചു നോക്കും പിന്നെ അതിന്റെ ഓപ്പറേഷൻ ഫങ്ഷനിങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി തുറന്നു നോക്കും വാസ്തവത്തിൽ ടോയ് കൊടുക്കരുതെന്നാണ് ഏറ്റവും ഞാൻ പറയാ ഇനിയിപ്പോൾ അഥവാ ടോയ് കൊടുത്താലും നിങ്ങൾ വറി ചെയ്യരുത് കുട്ടി അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഒരിക്കൽ ഒരു ഗെയിം ഇങ്ങനെ കുട്ടികൾക്ക്
ആ കുട്ടിയുടെ പേരൻസ് വാങ്ങിക്കൊടുത്തു എന്തോ ഒരു സാധനം. അപ്പൊ ആ കുട്ടി അതുകൊണ്ട് വേറെ എന്തൊക്കെയാ ചെയ്യണത്. അപ്പൊ ഈ ഫ്രണ്ട് വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കാൻ കുട്ടിക്ക് വല്ല പ്രശ്നം ഉണ്ടോന്ന്, കുഴപ്പമുണ്ടോന്ന്. കാരണം ഈ പറഞ്ഞ പോലെയല്ല കുട്ടി കളിക്കുന്നത്. ഇതാണ് പേരൻസിന്റെ ട്രാജഡി ഇന്നത്തെ. അല്ല, പഴയ പല കളികളും ഇപ്പൊ ഇല്ല. ഇപ്പം പണ്ട് ഈ ഞൊണ്ടി കളിക്കുന്ന കളി, സേഫ്റ്റി പെൻ ഇട്ടിട്ട് ചൂടുണ്ടോ ചൂടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി സേഫ്റ്റി പെൻ പിന്നെ കുട്ടിയും പോലും കുട്ടി ഇതൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഇത്. പിന്നെ ഈ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് മുഴുവൻ നേച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗെയിംസ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് മുഴുവൻ ഉണ്ടല്ലോ നമ്മുടെ സെൻസസിന് അറ്റൻഷൻ കൊടുക്കാനുള്ള സംഭവങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഈ കുട്ടികൾ ഞാൻ കുറെ കാലം ശ്രദ്ധിക്കാറുണ്ട് ഇവരുടെ പല പല കളികളും. അപ്പൊ ഒരു കളി എന്താന്ന് വെച്ചാല് സംസാരത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു അക്ഷരം, ഒരു ലെറ്റർ അവർ തീരുമാനിക്കും. ഈ ലെറ്റർ നിങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഒന്നടിക്കും. അപ്പൊ അതിനൊരു കൗണ്ടർ ലെറ്റർ ഉണ്ട്. അപ്പൊ പാന്ന് പറഞ്ഞു കേൾക്കുക, പാന്ന് അവർ തീരുമാനിച്ചു. പാന്ന് നിങ്ങൾ എപ്പോ പറയുകയാണെങ്കിലും അവർ ഒന്നടിക്കും. പക്ഷെ പാന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ മാന്ന് പറഞ്ഞാൽ അടി കിട്ടില്ല. അപ്പൊ അബ്സല്യൂട്ട്ലി അറ്റൻറ്റീവ് ആയിട്ടിരിക്കണേ. മനസ്സിലായില്ലേ? നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാന്ന് പറഞ്ഞില്ല ഞാൻ, അപ്പൊ മാന്ന് പറഞ്ഞ ഉടനെ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല ഗെയിംസും ഒന്ന് ഇതിന്റെ സിമിലാരിറ്റി ഓൾ ഓവർ ദി വേൾഡ് കാണാൻ പറ്റും. ഒരേ തരത്തിലുള്ള കളികൾ. ഈ പറഞ്ഞ പോലത്തെ ഒരു കളി ഇപ്പം ഹസ്ബൻഡ് ഊട്ടി ലോറൻസിലാ പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ അവിടെ അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു, മഞ്ഞക്കാറ് കണ്ടടിക്കണം. അപ്പൊ ആദ്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എപ്പോഴും മഞ്ഞക്കാറ് കാണുമ്പോ എനിക്ക് ടടിയാ. അപ്പൊ എനിക്ക് ഞാൻ കാണുന്നില്ല. കൗണ്ടറല്ല, അപ്പൊ നമ്മള് 3 പേര് ഇരിക്കുകയാണെങ്കിൽ ആദ്യം ആര് കാണുന്ന പറഞ്ഞിട്ട് ഇത് ഞാൻ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇത് എവിടുന്നോ ദൂരെ വരുമ്പോ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇത് കുട്ടികൾ ഒരുമിച്ച് കൂടിയാല് അവര് ഈ കൗണ്ടർ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതൊരു കളിയാവട്ടെ. കാരണം അവർക്കറിയാം ഇത് മെക്കനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇത് അലർട്ട്നെസ് കൊണ്ടുവരുന്ന കളിയാണല്ലേ. അല്ല, അത് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ കാണുന്നത് ഒരു മിനിറ്റിന് ശേഷമായിരിക്കും ഞാൻ. എനിക്ക് തൊട്ടടുത്ത് എത്തുമ്പോഴേ ഈ മഞ്ഞക്കാറ് കാണാൻ പറ്റുന്നുള്ളൂ. എനിക്ക് അടി കിട്ടി ഞാൻ തപ്പി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മഞ്ഞക്കാറ് കാണാൻ പറ്റുന്നത്. അപ്പൊ എത്ര നല്ലത് നിങ്ങൾ ഇപ്പോഴും കളിക്കുന്നത് നല്ല കാര്യമാണ്. തമാശല്ല, ഇപ്പോഴും നമുക്ക് ആ അലേർട്ട്നെസ് വരുന്നുണ്ട്. കാരണം എന്റെ വർക്ക്ഷോപ്പുണ്ടല്ലോ, ഞാൻ ഒരു വർക്ക്ഷോപ്പിന് ഞാൻ വിളിക്കുന്നത് ലേണിംഗ് ടു സീ ആണ്. കാരണം ഇത് ആളുകൾക്ക് ദേഷ്യം വരും. കാരണം ഈ ലേണിംഗ് ടു സീ എന്ന് പറയാനുള്ള കാരണമേ സത്യം പറഞ്ഞ ആളുകൾ കാണുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തവരാണ് വാസ്തവത്തിൽ ഇന്നും നമ്മുടെ. ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, വാട്ട് ഇസ് ദ കളർ ഓഫ് സ്കൈ എന്ന്. അപ്പൊ എനിക്ക് എപ്പോഴും എഡ്യൂക്കേറ്റഡ് ആളുകൾ കിട്ടുന്ന ഉത്തരമാണ് നീലാണ്. കാരണം ഇത് ഉറപ്പിച്ചിരിക്കുകയാണ്. അല്ല, ഇറ്റ് ഡസന്റ് മാറ്റർ. അതല്ല വാസ്തവത്തിൽ നമുക്ക് നോക്കിയ നമ്മള് കാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. സ്കൈ കളർ വരുന്ന ബ്ലൂ വരുന്ന അങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, അത് കേൾക്കൂ. ഒരു കുട്ടി ഇത് സ്കൂളിൽ ചോദിച്ചത് 6ലും 7ലും പഠിക്കുന്ന കുട്ടികളോട്. അപ്പൊ ആ കുട്ടികൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒന്നാമത് പഠിച്ച ആളുകൾ തിരിച്ചു ചോദിക്കില്ല, അവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ. കുട്ടി തിരിച്ചു ചോദിക്കുന്നത് വാട്ട് ടൈം ഓഫ് ദ ഡേ ആർ യു റെഫറിംഗ് ടു. ഇതെങ്കിലും ഉണ്ടാവണ്ടേ? കാരണം ഇത് വൈകുന്നേരം ഉണ്ട്, രാവിലെ ഉണ്ട്, പല പല കളറാണല്ലോ ആ സമയത്തൊക്കെ ആകാശത്തിന്. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയാണ് ഫിക്സേറ്റഡ് ആവാണ് സത്യത്തിൽ. ഇത് എംടെക്കും MBA ഒക്കെ പഠിക്കുന്ന പിള്ളേർ പറയുന്ന ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നത്. വാട്ട് ഇസ് ദ കളർ ഓഫ് സ്കൈ എന്ന് ചോദിച്ചാൽ ബ്ലൂ എന്ന് പറയും. കാരണം അത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള സാധനമാണ്. എന്റെ മൂന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ കുട്ടികൾക്ക് എങ്ങനെ എന്തായാലും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളൊരു സാധനം നമ്മുടെ തലയിൽ കിടക്കുകയാണല്ലോ. അപ്പം എങ്ങനെ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ ഒഴിവാക്കി എങ്ങനെ കുട്ടികളെ ഇത് ചെയ്യാൻ പറ്റും? അത് ആക്ച്വലി എന്താ അറിയോ, ധാരാളം ആളുകൾ കുട്ടികളെ സ്കൂളിൽ വിടാത്ത ആളുകളുണ്ട്. ഡേഞ്ചറസ് ആണ്. അല്ല, ഞാൻ പറയുന്നത് പലതരത്തിലുള്ള എക്സ്പെരിമെന്റ് ചെയ്യേണ്ടി വരും. ശരിക്കും ഞാൻ നോക്കിയിട്ട് അവർക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഫ്രീഡം ഉണ്ടാവണം, പക്ഷെ അവിടെ ആക്ടിവിറ്റി ഉണ്ടാവണം. ടെലിവിഷൻ ആക്ടിവിറ്റി അല്ല, ആക്ച്വൽ ആക്ടിവിറ്റി ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു സ്കൂൾ നടത്തിയിട്ടുണ്ടായിരുന്നു പൂനെയില്. 3 വർഷം നമുക്ക് കിട്ടി. അപ്പൊ ഞങ്ങൾ അതിനെ റീഇമാജിനിങ് സ്കൂൾസ് എന്നുള്ള പേരിലാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്താന്ന് വെച്ചാല്, ഞാൻ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ കുട്ടികൾ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ചോദ്യം, ആർ യു വർത്തി ഓഫ് ദ ഇമിറ്റേഷൻ?
അപ്പൊ ഇതൊരു ചോദ്യം വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവാം നമ്മൾ പലരും ഇമിറ്റേറ്റബിൾ അല്ല, കാരണം നമ്മൾ അത്ര മിടുക്കന്മാരൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ദയവ് ഇത് കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ പഠിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടോ അതില്ല, അപ്പൊ പഠിപ്പിക്കരുത്. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, ബട്ട് യു ഹാവ് ടു എൻജോയ് ഇറ്റ്. കാരണം അപ്പൊ കുട്ടി നിങ്ങളുടെ എൻജോയ്മെന്റ് കാണും. നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടം കുക്കിംഗ് ചെയ്തോളൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റിച്ചിങ് ഡു ഇറ്റ്, ബട്ട് ഡോണ്ട് ടീച്ച്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം അത് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി വേർ ദ ചൈൽഡ് സീസ് യു ഇൻവോൾവ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയാണ് ആ സ്പേസിനെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തത്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ടോട്ടൽ ഫ്രീഡം, ദേ ഡു വാട്ട് ദേ വാണ്ട്. അപ്പൊ ആദ്യം അവർക്ക് പിടികിട്ടില്ല എന്തൊക്കെ നടക്കണമെന്നുള്ളത്. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നോ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ സ്പേസ് റീഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2 ഇവന്റ്സ് ഉണ്ടായിരുന്നു. ഒരു ഇവന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു A4 സൈസ് പേപ്പറിൽ വരച്ചു തുടങ്ങി. അവിടെ എന്തോ ഒരു വരയ്ക്കുകയാണ്. അപ്പൊ വേറൊരു കുട്ടി വന്നിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തു. 3 കുട്ടി 4 കുട്ടികൾ ഒരു A4 പേപ്പറിലിരുന്ന് 4 സൈഡിൽ നിന്ന് വരച്ചുകൊണ്ടിരിക്കുക. ആരും പെർമിഷൻ ചോദിക്കുന്നില്ല, ആരും പെർമിഷൻ ഡിനൈ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെസണായി മാറി. അതായത് പിന്നെ രസം എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയ കുട്ടി ഇടയ്ക്ക് വെച്ച് അവളുടെ എന്തോ കാര്യം വന്നപ്പോൾ അവൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ അവൾക്ക് ഓണർഷിപ്പ് ഇല്ല, പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി. ഇതാണ് ഈ ഗീതയിൽ പറയുന്നത്. നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്നില്ല, ബട്ട് വി ആർ ടോട്ടലി റെസ്പോൺസിബിൾ. മനസ്സിലായി? ശരിക്കും കുട്ടികൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു എന്താ പറയുക അവതാരങ്ങളാണ്. കാരണം അവർ നോൺ ഡ്യുവലി ജീവിക്കുന്നവരാണ്. അവർ ഡ്യുവാലിറ്റിയിൽപ്പെട്ട ആളുകളല്ല. സത്യം കള്ളത്തിൽ നടുക്കാതെ ജീവിക്കും. ഇത് രണ്ടും എന്താണെന്ന് അവർക്കറിയില്ല. കാരണം അങ്ങനെ സത്യം ഉണ്ടെങ്കിലാണ് കള്ളം ഉണ്ടാവുമല്ലോ. കുട്ടി തന്നെ രണ്ടും ഇല്ലാത്തൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എവിടെ വേണമെങ്കിൽ ആക്കി. പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞങ്ങൾ 2-3 കുട്ടികൾ ചോക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കി പോകാൻ പറയുന്നത് വെച്ചാല് എന്താണ് ഈ ഹാൻഡ് പമ്പിൽ നിന്ന് വെള്ളം വീണിട്ട് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങളുടെ സ്പേസ് മൊത്തം റീഓർഗനൈസ് ചെയ്തു. ക്ലാസ്സുകളില്ല, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ടോയ്സ് ഉള്ളതൊക്കെ എടുത്തു മാറ്റി, വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ് എടുത്തു മാറ്റി. കാരണം ഈ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ മോഡേൺ മനസ്സിലുള്ളതാണ്. ട്രഡീഷനകത്ത് വേസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. മനസ്സിലായില്ലേ? എന്തും ഉപയോഗിക്കലാണ് ട്രഡീഷന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അവിടെ സസ്റ്റൈനബിലിറ്റി പ്രശ്നം ഇല്ലാണ്ടായത്. ഇന്ന് നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് സസ്റ്റൈനബിലിറ്റി ഒരു ഇഷ്യൂ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളപ്പോൾ ഇങ്ങനെയുള്ള സ്പേസിന് റീഓർഗനൈസ് ചെയ്തു. ഫ്രീഡം. പിന്നെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പലർക്കും കൃഷി താല്പര്യമുള്ള ആളുകളുണ്ട്. ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു പയ്യുണ്ടായിരുന്നു അഗ്രികൾച്ചറൽ. അപ്പോൾ അവൻ കുട്ടികളോട് താല്പര്യമായിട്ട് വന്നതാണ്. അപ്പോൾ അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവന് സംഭവം മനസ്സിലായി. മൂപ്പര് നേരെ കൃഷി ചെയ്യാൻ തുടങ്ങി. രാവിലെ അവൻ എഴുന്നേറ്റ് പോയിട്ട് കൃഷി ചെയ്യും, ക്ലാസ്സിലേക്ക് വരില്ല. അപ്പൊ കുട്ടികൾ ചിലപ്പോൾ അവൻ്റെ കൂടെ ചെല്ലും, അവനൊരിക്കലും വിളിക്കാറുമില്ല. ഞങ്ങൾ അതും പറഞ്ഞിട്ടുണ്ട്, ആരെയും എവിടെ ഇൻവൈറ്റ് ചെയ്യരുത്. യു ഡു വാട്ട് യു വാണ്ട്, ഡോണ്ട് എവർ ഇൻവൈറ്റ്, ബട്ട് ഇഫ് ദ കം ഡോണ്ട് ഡിനൈ. അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 3 വർഷത്തെ ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ഞങ്ങൾ ചെയ്തു. ഇതിൽ നിന്നാണ് ശരിക്കും ആ 4000 വീഡിയോസ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് പിന്നെ എന്നും വൈകുന്നേരം ഞങ്ങൾ ഇരുന്നിട്ട് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ് കുട്ടി ഇതെന്ന് ചെയ്യുന്നത്, എന്താണ് കുട്ടി ഇതെന്ന് അറിവുണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു റീസ്ട്രക്ചറിങ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ എന്ത് ആക്ടിവിറ്റി ഉണ്ടോ, ഫോർ എക്സാമ്പിൾ കാർപ്പൻറ്ററിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ സാധാരണ സ്കൂൾ എന്താ ചെയ്യുക, ഹോളിഡേയ്സിലല്ലേ ചെയ്യുക. ഞങ്ങൾ തിരിച്ചാക്കി, എന്ത് റിപ്പയർ ഉണ്ടോ, എന്ത് ആക്ടിവിറ്റി ഉണ്ടോ, ഇതൊക്കെ കുട്ടികൾ ഉള്ളപ്പോൾ ചെയ്യാം. അപ്പം ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് മൂപ്പരോട് പറയുന്നത് വെറുതെ ഒന്ന് തുറന്നോളാൻ പറയും. റിപ്പയർ വേണമെന്നൊന്നും ഇല്ലല്ലോ. ബട്ട് അവനെ തുറക്കുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും ഓടി വന്നു, അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പ്രോസസ്സസിനെ കൊണ്ടുപോകും. ഫാമിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. ഫാമിംഗ് പ്രോസസ്സ് കുട്ടികൾ കാണണം. പിന്നെ ഡേ ടു ഡേ ലൈഫിലുള്ള പ്രോസസ്സസ് കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പം ഈ സെക്സ് എഡ്യൂക്കേഷൻ ഒരു ഭയങ്കര ഭീകര സംഭവം നടക്കുന്നുണ്ട്. കുട്ടികൾ വാസ്തവത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് മനസ്സിലാവില്ല, അത് എന്ത് പഠിപ്പിച്ചാലും. കാരണം ഇതിനൊക്കെ ഒരു ഫിസിയോളജിക്കൽ മച്യൂരിറ്റി വരുമ്പോഴാണ് ഇതിന് ശരിക്കും മനസ്സിലാവുള്ളൂ. കൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലാവില്ല, കൺസെപ്ച്വൽ ലെവലിൽ കുട്ടിയുടെ തലയിൽ കയറില്ല ഒന്നും. കാരണം ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്
കുട്ടി കോൺക്രീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് കുട്ടി ഉള്ളിൽ നിന്നാണ് കൺസെപ്റ്റ് ഉണ്ടാക്കേണ്ടത്. എന്നാൽ മാത്രമേ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ കുട്ടിക്ക്. കാരണം കുട്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കൺസെപ്റ്റിനെ. ഇത് നമ്മൾ കൺസെപ്റ്റ് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ സെക്ഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ലൈഫിൽ കാണുന്ന ഒരു ലൈഫിൻ്റെ ഒരു ഇതുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ കോഴി ഉണ്ടാവണം, കോഴി മുട്ട ഉണ്ടാവണം, കുട്ടി ഉണ്ടാവണം. അല്ലെങ്കിൽ എപ്പം നോക്കിയാലും നിങ്ങൾ നായ്ക്കൾ ഇത് ചെയ്യുന്ന കാണാം, അവിടെ കുട്ടി ഉണ്ടാവണം കാണാം. മനസ്സിലായില്ലേ? അപ്പൊ കുട്ടി ശരിക്കും ലൈഫിന്റെ ഒരു സെക്സ് എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഭാഗമാണെന്ന് കുട്ടി ആദ്യം മനസ്സിലാക്കണം. അത് ബൈ സീയിങ്, ഒബ്സർവിങ്. നമ്മൾ തിയറി പറഞ്ഞു കൊടുത്തിട്ടല്ല, കുട്ടി കാണുന്നുണ്ട് ലൈഫിന്റെ ഒരു റീജനറേഷനെ. ഒരു സീഡ് ഇടുന്നു, ആ സീഡ് വളരാവണം. ഇതാണല്ലോ ലൈഫ് വാസ്തവത്തിൽ. അപ്പോ ഞാൻ പറയുന്നത് വെച്ചാല് ലൈഫിന്റെ ഫിനോമിന കുട്ടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ഏത് ഗ്രാമത്തിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരാഴ്ച 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പുതിയ കുട്ടി ജനിക്കും, ഒരാൾ മരിക്കും. മനസ്സിലാണോ? അപ്പൊ ഇത് ഏത് ടൈമിലും നമ്മളിവിടെ ഒരു 10-15 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള ആളുകളെ, പല ജനറേഷനുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ നമ്മൾ ഈ ഓൾഡ് ഏജിലാണ് കുട്ടീനെ ഉണ്ടാവുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മളൊരു ഗ്രാൻഡ് പാരന്റ് ആയിട്ടുള്ള ഏജിലാണ് ആ കുട്ടി നമ്മൾ ഇത് ചെയ്യുന്നത്. ശരിക്കും ഒരു 4 ജനറേഷൻസ് മിനിമം ഒരു കുട്ടി എൻഗേജ് ചെയ്യാൻ പറ്റണം. ഇതാണ് ഐഡിയൽ സിറ്റുവേഷൻ. ഒരു 20 ഇയേഴ്സിൽ നിങ്ങളൊരു കുട്ടി ഉണ്ടാക്കിയാൽ 40 ഇയേഴ്സ് ആകുമ്പോഴേക്കും ഗ്രാൻഡ് മദറായി, 60 ഇയേഴ്സിൽ ഗ്രാൻഡ് മദറായി, 80 ഇയേഴ്സ്. അപ്പോൾ ഒരു ജനറേഷൻ്റെ ഒരു സംഭവം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താ അറിയോ, ഒരു 4-5 വയസ്സാണ് കുട്ടിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. ന്യൂക്ലിയർ ഫാമിലിനകത്ത് 2 വയസ്സ്, അച്ഛൻ, അമ്മ, പിന്നെ അവരുടെ ഫ്രണ്ട്സ് മുഴുവൻ ഓൾമോസ്റ്റ് ആ ഏജ് തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും നമ്മൾ ഈ സോഷ്യലിങ് റീഓർഗനൈസ് ചെയ്യണം, ഈ ഇങ്ങനെയുള്ള ലേണിംഗ് സ്പേസസിനെ റീഓർഗനൈസ് ചെയ്യണം. ലൈഫിന്റെ ഈ മൊത്തം കാര്യങ്ങൾ കുട്ടി കാണുന്ന വേണം. ഇതൊന്നും പുസ്തകം നോക്കി മനസ്സിലാക്കേണ്ടതല്ലാതെ. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോട്ടറി ഫോർ എക്സാമ്പിൾ, കാർപ്പൻട്രി, പിന്നെ ഈവൻ കമ്പ്യൂട്ടറും കുഴപ്പമൊന്നുമില്ല, എഴുത്തും കുഴപ്പമില്ല. ഈ എഴുത്തിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഇതൊക്കെ ഭയങ്കര ഒരു മിസ്റ്റിക്കൽ സാധനമായിട്ടാണ് കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. മനസ്സിലാവുണ്ടോ? അത് കുട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കുട്ടിക്ക് പിടികിട്ടുന്നില്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ലേവ്സ് ആയി മാറുക ചെയ്യുന്നത്, നമ്മൾ അതിന്റെ ക്രിയേറ്റേഴ്സ് ആയി മാറണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും തന്നെ ഞാൻ ഇതിനൊന്നും മാറ്റി നിർത്താനല്ല പറയുന്നത്, പക്ഷെ ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. അത് ടോട്ടലി ഓക്യുപ്പൈ ചെയ്യരുത്. ഇന്ന് എഴുത്തും വായനയാണല്ലോ ടോട്ടലി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. അത് ചെയ്യരുത്, അതിനെ മാറ്റി നിർത്തണം. അതിനൊരു ചെറിയ റോൾ ഉണ്ട്. നമ്മളൊരു പേനയ്ക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത്ര തന്നെ ഇതിന് കൊടുക്കാൻ പാടുള്ളൂ. അതിന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ ഒളിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനൊരു ചെറിയ റോൾ ഉണ്ട്, അത്രേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു ഒതന്റിക് ആളാവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വായിക്കരുത്, ആവശ്യത്തിന് കുറച്ച് എന്തെങ്കിലുമൊക്കെ വായിക്കാം. അല്ല, ഈ പേരൻസ്, ഇപ്പോഴത്തെ പേരൻസിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ചെറുപ്പത്തിലെ തന്നെ, അതായത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ കോഡിങ് അറിയണം, കോഡിങ് അറിയണം, അല്ലെങ്കിൽ ലാംഗ്വേജസ് അറിയണം. ഒരു സാധനം മെക്കാനിക്കലി ഇൻസ്ട്രക്ട് ചെയ്യരുത്. ഇതൊക്കെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ്. കോഡിംഗ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ്. കുട്ടി കുറെ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, പക്ഷെ അത് കുട്ടി തീരുമാനിക്കുന്നതാണ്. നമ്മൾ തീരുമാനിക്കുന്ന റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റി കുട്ടി കണ്ടിട്ട്, ചെറിയ കുട്ടികൾ ഒരു സാധനം താഴ്ത്തി ഇടും, നിങ്ങൾ എടുത്തു കൊടുത്താൽ പിന്നീടും, എടുത്തു കൊടുത്താൽ പിന്നീടും, ഇല്ലേ? അപ്പൊ കുട്ടിയുടെ കുറെ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമ്മൾ അലൗ ചെയ്യണം. നമ്മൾ കൊടുക്കരുത് റിപ്പീറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കുട്ടി. കാരണം ഇതൊക്കെ ഇന്റേണൽ നീഡ് എന്നായിരിക്കണം. ഒരു ഇന്റേണൽ നീഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ആബ്സല്യൂട്ട് ലോജിക് ഉണ്ടെന്ന് അർത്ഥം. നമ്മൾ ആ ലോജിക്ക് മനസ്സിലാക്കാനാണ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചെറിയ എക്സാമ്പിൾ എന്താ പറയുക, ഈ ബാംഗ്ലൂരിലെ സ്ലംസിലെ കുട്ടികൾ 4 വയസ്സാകുമ്പോഴേക്കും 4 തൊട്ട് 5 ഭാഷ വരെ പറയുന്നുണ്ട്. കന്നഡ, തെലുഗു, തമിഴ്, ഹിന്ദി. ഇപ്പൊ അവർ മലയാളമാണെങ്കിൽ മലയാളം, 5 ഭാഷ ഈ എസ്പെഷ്യലി സ്ലം ഏരിയയിലുള്ള ആളുകൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇത് ആരും പഠിപ്പിച്ചിട്ടുണ്ടാവുന്നതല്ല. അപ്പൊ ഒരു കുട്ടിയുടെ കഴിവാണ് ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ സാഹചര്യമുണ്ട്. അതാണ്, സാഹചര്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, പഠിപ്പിക്കലല്ല. ഇപ്പൊ നമുക്കൊക്കെ എത്ര ഇംഗ്ലീഷ് അറിയാം, നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളവരെ, എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? കാരണം നമ്മളെ പഠിപ്പിച്ചു, അതാണ് കാര്യം. അതിന് കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് എന്താ അറിയോ, ഈ ലേണിംഗ് പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ശ്രമിക്കുന്നത് ടീച്ചിങ് പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ പല മെത്തേഡ്സ് നോക്കുന്നുണ്ട്, ഈ പെഡഗോജി ആ പെഡഗോജി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും ഇപ്പോൾ ഫെയിലിയർ ആണ്. കാരണം എന്താ വെച്ചാൽ കുട്ടിയുടെ ലേണിങ്ങിന്റെ സ്ട്രക്ചറിങ് മനസ്സിലാക്കിയിട്ടില്ല. ഒന്ന്, നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് കുട്ടിക്ക് ഒന്നും കൊടുക്കരുത്.
ABCD എന്ന് പറഞ്ഞ സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ? ഇതൊന്നുമല്ല കുട്ടിയുടെ ലേണിങ്ങിന്റെ പ്രോസസ്സ്. കുട്ടി മൊത്തം കോംപ്ലക്സിറ്റീനെ മനസ്സിലാക്കിയിട്ട് കുട്ടി സ്വയം സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് കുട്ടി ചെയ്യുന്നത്. ഇതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കാനാണ്. നമ്മൾ പിന്നെ ആ കുട്ടീനെ ഇന്റർഫിയർ ആണല്ല. ഇത് നമ്മൾ മൊത്തം തെറ്റായിട്ട് ചെയ്യുന്നത്. ഒക്കെ സിംപ്ലിഫൈ ചെയ്യാണ്, മിനിയേച്ചറൈസ് ചെയ്യാണ്. ഇത് ശരിക്കും ഇതാ ഞാൻ ഇൻഫന്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് കുട്ടീനെ തീരെ കഴിവില്ലാത്തൊരു സാധനമായി കണ്ടുകൊണ്ട് ABCD അതും ഇതും പഠിപ്പിക്കുക. പിന്നെ ഈ കൊഞ്ചുള്ള വർത്താനം. ഇത് ഇപ്പൊ ബാംഗ്ലൂർ സ്ലംസിലെ കാര്യം എന്ന് വെച്ചാൽ ഒരാൾ പോലും കൊഞ്ച് സംസാരിക്കില്ല. അതിന്റെ അർത്ഥം തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതാണ് വേറൊരു ജീവിനെ. കൊഞ്ചി പറയാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിനൊരു കഴിവില്ലാത്തൊരു കോന്തൻ അത് ഞങ്ങി ഉഞ്ഞിന്ന് പറയണോ എന്നോട്. ഇതാണ് പ്രശ്നം. മനസ്സിലായി? പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ഹാബിറ്റിൽ ഇത് ഉണ്ടാവും, അറിയാണ്ട് നമ്മൾ ചെയ്യും. ബേസിക്കലി നമ്മൾ കോൺഷ്യസ് ആവാ വേണ്ടത്. കാരണം അത്രയ്ക്ക് നമ്മൾ കുടുങ്ങിക്കെടുക്കുക ഈ സംഭവം. അല്ല, അത് എനിക്ക് ശരിക്കും റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്. കുട്ടികളോട് നമ്മൾ കൊഞ്ചി പറയുമ്പം അവരെ കളിയാക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് അത് കിട്ടുന്നു. പിന്നെ അവരുടെ വിചാരം ഇതാണ് ഭാഷ. അല്ല, നമ്മളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം എല്ലാ കാര്യത്തിലും. നമ്മൾ അതാണ് ചെയ്യുന്നത്. ശരിക്കും ആദ്യം പറഞ്ഞ കാര്യമാണ് സത്യം. നമ്മൾ ദൈവങ്ങളായിട്ടുള്ളവരെ നമ്മൾ മാറ്റി മനുഷ്യരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർ നമ്മളെക്കാട്ടി ഇമ്മൻസ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ്. നമ്മൾ അവരെ മിഡിയോക്കർ ആക്കുകയാണ് നമ്മളെ പോലെ. ഇതാണ് ശരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് തിരിച്ചു വളരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കുട്ടി തരുന്നത്. അതുകൊണ്ട് എപ്പോഴും ലേണിംഗ് ഫ്രം ചിൽഡ്രൻ എന്നുള്ള ഒരു നിലയ്ക്കാണ് ഈ ഇതിനെ മുന്നോട്ട്. അതായത് ബീങ് സെൻസിറ്റീവ് അതാണ് കാര്യം. ഇപ്പൊ കുട്ടികളോടുള്ള സ്നേഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ പിള്ളേർക്ക് അവർക്ക് വേണ്ടത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ പലതും അവർക്ക് ഡേഞ്ചർ ആയിട്ട്. ഇത് ഒരു എത്ര ഏജ് വരെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യണം? ഞാൻ പറഞ്ഞാൽ ഒരു 12 years വരെ സ്കൂളിംഗ് പാടില്ല എന്നാ പറയാം. പാടില്ല മിനിമം. അപ്പൊ അത് ഗവൺമെന്റ് ചെയ്യല്ലോ എന്ന് എനിക്കറിയില്ല. അത് കാലങ്ങളായിട്ട് നമ്മൾ വരുത്തേണ്ട ഒരു മാറ്റമാണ്. ഇല്ല സാറേ, ഇത് നമ്മളിപ്പോ മാറ്റാൻ തുടങ്ങിയെന്ന് വെച്ചോ. 12ാമത്തെ വയസ്സാകുമ്പോഴത്തേന് അന്നത്തെ ഗവൺമെന്റോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇപ്പൊ നമുക്ക് കുട്ടിയുടെ ഫർദർ എഡ്യൂക്കേഷൻ എന്തായാലും ഇത് നമ്മളെന്നറിയാം. ഞാൻ പറയുന്നത് ഗവൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്, മനുഷ്യർ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഈ മനുഷ്യനാണ് ഗവൺമെന്റിന് ഉണ്ടാക്കുന്നത്. അതെ, ഗവൺമെന്റ് അല്ല നമ്മൾ സംസാരിക്കുന്നത്. അല്ല, നമ്മുടെ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ പണ്ട് 10-12 വയസ്സാകുമ്പോഴല്ലേ നമ്മൾ ഗുരുകുലത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കേട്ടുകേൾവിയാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ ഈ കളിയുടെ രീതികൾ മനസ്സിലായില്ലേ. അവരൊരു അതായത് പ്യൂബർട്ടിയുടെ സമയത്താണ് അവരുടെ സെർട്ടൺ ടൈപ്പ് ഓഫ് ഗെയിംസ് മാറിയിട്ട് അവർ വേറൊരു സ്റ്റേജിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? ആ സ്റ്റേജ് വരെ അവരുടെ ഒരു സ്ട്രക്ചറിങ് ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇതിന് ടോട്ടൽ ഫ്രീഡം ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അത് കഴിഞ്ഞാൽ ആ ഏജ് കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടെ അവർ പിന്നെ ആളുകൾ ഇപ്പൊ പോർട്രേ തന്നെ ചെയ്യുന്നത് ആ ഒരു ഏജ് കഴിയുമ്പോഴാണ് അവരും അതിന്റെ കൂടെ നിന്ന് ചെയ്തു തുടങ്ങുന്നത്. ഒരു 13-14 വയസ്സാകുമ്പോഴേ അവര് അതിന് മുമ്പ് തന്നെ തുടങ്ങും കുറേശ്ശെ. പക്ഷെ അപ്പോഴൊന്നും പേരൻസ് ഒരിക്കലും അവരെ കമ്പൽ ചെയ്യില്ല. അവരെ ആവശ്യം വരുമ്പോൾ അവരൊന്ന് വരും, 2-3 ദിവസം കറക്കും, എന്നിട്ട് അവർ പോകും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് 13-14 വയസ്സ് കഴിഞ്ഞാൽ ദി ഓൾസോ ബിക്കം റെസ്പോൺസിബിൾ. അപ്പൊ ആ ഒരു ഏജ് ആവുമ്പോൾ അവരുടെ ഒരു സിസ്റ്റം റെഡിയാണ് ടു ടേക്ക് ഓൺ മോർ ഓർഗനൈസ്ഡ് തിങ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വൈദ്യന്മാരോ ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ പഠിച്ചിട്ടുണ്ടാവുക. ഏത് പഠിപ്പും ആ 13-14 വയസ്സ് വരെ അവരുടെ വേറൊരു സംഭവം തന്നെയാണ്, ഡെവലപ്മെന്റൽ സ്റ്റേജാണ് അത്. നമ്മൾ ഇതൊന്ന് ആലോചിച്ചാൽ മതി. പണ്ട് കാലത്ത് ഈ മോഡേണിറ്റിയാണ് സിറ്റീനെ ഹെയറാർക്കിയാക്കി മാറ്റിയിട്ടുള്ളത്. എല്ലാം നടക്കുന്നത് ഡൽഹിയിൽ, അത് കഴിഞ്ഞാൽ അങ്ങനെ ബോംബെ, ഇങ്ങനെയാണല്ലോ. ഈ ടോപ്പ് ഡൗൺ സിറ്റുവേഷൻ മോഡേണിറ്റി സിറ്റുവേഷൻ ആണ്. ട്രഡീഷണൽ സിറ്റുവേഷൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ഒരു തുണിയുടെ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, എത്ര സ്ഥലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാഞ്ചീപുരം ഇത് ടൗൺ ആണോ? ബനാറസ്, എത്രയോ സംഭവങ്ങൾ. ഏത് ക്രാഫ്റ്റ് വേണമെങ്കിൽ എടുത്തോളൂ. ഈ ക്രാഫ്റ്റിനൊക്കെ ഓരോരോ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ട് എക്സലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പണ്ട് കാലത്ത് എക്സലൻസ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും കിടന്നിരുന്നൊരു സംഭവമാണ്. ഇന്ന് ഹെറാർക്കിക്കൽ സിറ്റുവേഷൻ ആക്കിയിട്ട് ഒക്കെ ചെയ്യുന്നത് ഡൽഹിയിലും, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഇവിടെ ഒന്നും ആരും ചിന്തിക്കരുത്. ചിന്ത മുഴുവൻ അവർ ചെയ്യണം. മനസ്സിലായില്ലേ?
അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് വാസ്തവത്തിൽ തിരിച്ചുണ്ടാവുന്നത്. അതായത് എവറി പ്ലേസ് ഷുഡ് ബി പ്ലേസസ് ഓഫ് എക്സലൻസ്. ഇത് പോസിബിൾ ആണ്. കാരണം അതാണ് നമ്മുടെ ഒരു പോസിബിലിറ്റി. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യാം. അപ്പം 12 വയസ്സ് വരെ നമ്മൾ ശരിക്കും കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിലും ഈ അത് ടെലിവിഷൻ കൊടുത്തിട്ടോ മൊബൈൽ കൊടുത്തിട്ടല്ല. ഫ്രീഡം എന്ന് പറയുന്നത് അതിന് അവരെ ഹാം ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ തന്നെ വേണം. അതല്ലെങ്കിൽ മോഡേണിറ്റിയിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം ഒന്ന് ഈ PUBG ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇതുമ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോ ഏറ്റവും ഡേഞ്ചറസ് ശരിക്കും ബുക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സിവിലൈസേഷന്റെ ഒരു നാശം. പുസ്തകം പ്രിന്റിങ്. സെക്കൻഡ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് മൊബൈൽ ഫോൺ ആയിരിക്കും. നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന ഇങ്ങനൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കാരണം ഇന്ന് എവിടെ നോക്കിയാലും പണ്ട് വായിക്കാൻ അറിയുന്നവരാകുമ്പോൾ സമയം കളഞ്ഞിരുന്നുള്ളൂ. ഇന്ന് എല്ലാവരും ഇതും കുടുങ്ങിയിരിക്കുക. ഒരു ഇങ്ങനെ നടന്നു നോക്കോ, എല്ലാ ഓട്ടോറിക്ഷക്കാരും നോക്കിയിരിക്കണം. എവിടെ പോയാലും ആളുകൾ മുഴുവൻ ഫ്രണ്ട്സ് ഒരുമിച്ചിരിക്കുകയാണ്, എല്ലാവരും നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള കോഗ്നിറ്റീവ് ഈ സിസ്റ്റമിക് ചേഞ്ച് ഉണ്ടാക്കുകയാണ് മനുഷ്യരിൽ. അത് ഇതിന്റെ ഒരു ഇമ്പാക്ട് സത്യത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇത് ശരിക്കും ബുക്കിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട് പലരും, പ്രാക്ടീസിലേക്ക് വരുന്നില്ല. ചെറുതായിട്ട് മനസ്സിലാവുന്നത്. പക്ഷെ ഇവര് മനസ്സിലാക്കേണ്ടത് പുസ്തകം ചെയ്തിട്ടുള്ള മനുഷ്യനോട് ചെയ്തിട്ടുള്ള ചതിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് പുസ്തകത്തിന് അതിന് ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊരു വേൾഡ് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി ഞാൻ പറയുന്നത്. ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇത് ശരിക്കും നമ്മുടെ മനുഷ്യരെ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത് വായനയാണ്. കാരണം നമ്മുടെ സെൻസസ് എത്രമാത്രം വർക്ക് ചെയ്യാണ്ടായോ അത്രമാത്രം നമ്മൾ വേൾഡിൽ നിന്നും സെപ്പറേറ്റ് ആവുക ചെയ്യും. അതാ ചെയ്യുന്നത്. ഈ വേൾഡ് നമ്മുടെ അലിനിയേഷൻ ഉണ്ടാകുന്നത് ബുക്കാണ്. ഈ മൈൻഡ് ബോഡി ഫ്രാഗ്മെന്റേഷൻ ഉള്ളോ ഇത് പുസ്തകം കൊണ്ടുവരുന്നതാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറഞ്ഞത് ഇവാൻ ഇലിച്ച് എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. പണ്ട് കാലത്ത് ആളുകൾ വായിക്കുന്ന സമയത്ത് വായന ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് കണ്ടിരുന്നത്. അതായത് വായിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കെ വായിക്കാന്ന് അർത്ഥം. കാരണം കേട്ടുകൊണ്ടിരിക്കാൻ ആളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ആ കാലത്തൊന്നും വായന അത്ര ഭീകരമായിരുന്നില്ല. കാരണം അന്നും കമ്മ്യൂണിറ്റിയുടെ ഒരു വെച്ചിട്ടാണ്, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് വായന കണ്ടിരുന്നത്. വായന പക്ഷെ കുറെ കഴിഞ്ഞിട്ടാണ് ഇൻഡിവിജ്വലൈസ്ഡ് ആക്ടിവിറ്റി ആയത്. അപ്പൊ ഞാൻ വായിക്കുമ്പോൾ ഞാൻ മാത്രം ഇൻവോൾവ് ആവുന്ന ഒരു ആക്ടിവിറ്റി ആവുമ്പോഴാണ് ശരിക്കും നമ്മളെ ഐസൊലേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അത് എങ്ങനെ യാദൃശ്ചികമായിട്ട് ഏതോ ഒരു ആശ്രമത്തില് ഒരു സെന്റ് അഗസ്റ്റിനോ അങ്ങനെ ഏതോ ഒരു ആളുടെ പേര് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ രാത്രി ഉറക്കം വരുന്നില്ല, ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുക. അപ്പൊ ഈ മെഴുകുതിരി ഉണ്ട്, അതിന് മുമ്പിൽ ബൈബിള് തുറന്നു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വായിക്കണമെന്നുണ്ട്, എന്നാൽ വായിക്കാൻ പറ്റില്ല, കാരണം ആളുകൾ ഉറങ്ങുകയാണല്ലോ. ഈ ഒരു ഡിലേമ ഉണ്ടാകുന്ന സമയത്താണ് അദ്ദേഹം ഇടയ്ക്ക് ബൈബിളിൽ നോക്കും, ഇടയ്ക്ക് ആളുകൾ നോക്കും. ഇങ്ങനെ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ ശബ്ദം ഉണ്ടാക്കാൻ എനിക്കിത് വായിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോഴാണ് കംപ്ലീറ്റ്ലി ഇതിന്റെ സിസ്റ്റം മാറി. ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിരിക്കാം. ശരിക്കും ഈ കളക്റ്റീവ് ബീയിങ്നെസ് ആണ് നമ്മുടെ ബീയിങ്. ആക്ച്വലി ഇതിനെ ഇൻഡിവിജ്വൽ ആക്കി പെടലാണ് ശരിക്കും മോഡേണിറ്റി കൊടുത്തിട്ടുള്ള. ഈ മോഡേണിറ്റി എന്ന് ഞാൻ പറയുന്ന സംഭവം ഇതാണ്, ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനസ്സിലായില്ലേ? രണ്ടാമത് മീഡിയേറ്റഡ് നോയിങ്, അതായത് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മളൊരു മീഡിയ വെച്ചിട്ട് കാണുക. ഈ രണ്ട് സംഭവങ്ങളാണ് ഈ ഞാൻ പറയുന്ന മോഡേണിറ്റിയുടെ ഡെഫിനിഷൻ.